ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാനായിട്ട്, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് അരിൻ്റെ ചോറാണെങ്കിലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്ത അതേ അളവിന് തന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് മധുരം കൂടെ വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിന് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. മാവ് നമ്മൾ ആപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന പോലെയാണ്, പക്ഷെ ഒരുപാട് വെള്ളം ആവരുത്, എന്നാൽ കട്ടിയാവരുത്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവ ഞാൻ നേരത്തെ ചേർക്കാത്തത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുന്നത് കൊണ്ട് റവ നന്നായി അരഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്ന് തരി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുത്ത ശേഷം റവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ മാവ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതുപോലൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി പാൻ ചൂടായി വന്ന ശേഷം നേരത്തെ കൂട്ടി വെച്ച മാവുണ്ടല്ലോ, അത് ഈ ഓരോ കുഴിയിലേക്കും കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്കിത് പതുക്കെ ഒരു സ്പൂണിൻ്റെ ബേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി സോഫ്റ്റായിട്ട് വെന്ത് വരുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പ്ലേറ്റിൽ മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈവനിങ്ങിൽ ചായൻ്റെ കൂടെ അല്ലെങ്കിൽ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വെറൈറ്റി വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.